നമ്മുടെ കുറിയടത്ത് ധാത്രിക്കുട്ടിയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. സ്മാർത്ഥ വിചാരം, അതായത് വളരെ യൗവനയുക്തയായ ഒരു പെൺകുട്ടിയെ, ബ്രാഹ്മണ പെൺകുട്ടിയെ ഒരു പടുകളവനായ ബ്രാഹ്മണന് കെട്ടിച്ചു കൊടുത്തു. കെട്ടിച്ചു കൊടുത്ത് ആ കുട്ടി പല ആളുകളുമായി ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ഈ കുട്ടിയെ നാട്ടുകാരെല്ലാം കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് വിചാരണ നടത്താൻ തീരുമാനിച്ചത്. അവളെ നിർത്തിപ്പൊരിച്ചു. കുറിയടത്ത് ധാത്രിക്കുട്ടിയെ നിർത്തിപ്പൊരിച്ചു ഈ കമ്മിറ്റിക്കാർ. ജഡ്ജി ഉണ്ടല്ലോ വിധി പറയാൻ. അവസാനം അവൾ തിരിച്ചു വിചാരണ ആരംഭിച്ചു. തിരിച്ചു വിചാരണ ആരംഭിച്ചപ്പോൾ ഈ കമ്മിറ്റി മെമ്പർമാരുടെ ഓരോരുത്തരുടെയും ചാരിത്രവും അവൾ വിളിച്ചു പറഞ്ഞു. അവസാനം ആ സ്മാർത്ഥ വിചാരത്തിൻ്റെ അവസാനം അവൾ കയ്യിലെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ഈ മോതിരം എനിക്ക് ആര് തന്നാന്നറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ഈ യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു. കാരണം ജഡ്ജി കൊടുത്ത മോതിരമാണ്. അപ്പോൾ കുറിയടത്ത് ധാത്രിക്കുട്ടിയുടെ സ്മാർത്ഥ വിചാരം പോലെയാണ് ഇപ്പോൾ ഇയാളെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വാസവദത്തയുടെ വ്യഭിചാരത്തെക്കുറിച്ച് യേശുവിനോട് പരാതി പറയാൻ പറഞ്ഞു. ഇവിടെ ഇത് ചെയ്യാൻ പറഞ്ഞപ്പോൾ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. കല്ലുകൾ മൊത്തം താഴെ വീണു. പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല. അതുകൊണ്ട് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ധാത്രിക്കുട്ടിയുടെ സ്മാർത്ഥ വിചാരമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇവിടെ നിയമവാഴ്ചയുള്ളൊരു സംസ്ഥാനമാണ്. നിയമവാഴ്ചയുള്ള സംസ്ഥാനത്ത് ഇപ്പോൾ അവർ പറഞ്ഞല്ലോ, ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചോ, തെളിവുകൾ കണ്ടെത്തി. അതാണ് അതിൻ്റെ ശരിയായ മാർഗം. അന്വേഷിക്കട്ടെ, തെളിവുകൾ കണ്ടെത്തിയെങ്കിൽ തെളിവുകൾ ഹാജരാക്കട്ടെ, അയാളുടെ പേര് കേസെടുക്കട്ടെ. കുറ്റം ചെയ്ത ആരും രക്ഷപ്പെടണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. അതിന് ഈ രാജ്യം നിയമവാഴ്ച നിലനിൽക്കുന്നൊരു രാജ്യമാണ്. നിയമവ്യവസ്ഥയുണ്ട്. കേരളം ഭരിക്കുന്നത് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ഔദാര്യം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്നും കിട്ടില്ല. അപ്പോൾ അവരെ അന്വേഷിക്കട്ടെ, അവർ തെളിവുകൾ ശേഖരിക്കട്ടെ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ കേസ് ഫയൽ ചെയ്യട്ടെ, ഫയൽ ചെയ്ത് വിചാരണ ട്രയൽ നേരിടട്ടെ. അയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കണം. അല്ലാതെ കുറ്റക്കാരനാണെങ്കിൽ അയാളെ വെറുതെ വിടണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. അതിന് യാതൊരു തർക്കവും എനിക്കില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന മൊത്തം സ്മാർത്ഥ വിചാരമാണ്. ആ സ്മാർത്ഥ വിചാരത്തിൽ രാഹുലിനെ വിചാരണ നടത്തുന്ന എല്ലാവരും ഈ ഒരു തരത്തിലേക്ക് മറ്റൊരു തരത്തിൽ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണ്. മാത്രമല്ല, അതാണ് യേശുക്രിസ്തു പറഞ്ഞ ബൈബിളിൽ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ സകല കല്ലും താഴെ വീണു. ഈ വിചാരണ നടത്തുന്ന ആരാണ് പാപം ചെയ്യാത്തവർ? അതുകൊണ്ട് അതതിൻ്റെ വഴിക്ക്, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. അതിനകത്തെങ്കിലും ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായമില്ല. അയാൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന് ശിക്ഷ അയാൾക്ക് അനുഭവിക്കണം. അതിന് അയാൾക്ക് കിട്ടണമെന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. നമ്മളാരും വഴിവിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യം, ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യം, പാലക്കാട് പോലുള്ളൊരു സ്ഥലത്തെ കോൺഗ്രസ് അങ്ങനെ നമ്മൾ ജയിച്ചു വന്നതാണ്, പണിയെടുത്ത് ജയിച്ചതാണ്. ആ സ്ഥലത്ത് ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ എങ്ങനെ ബാധിക്കും? അല്ല, ഞാനതാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാനത്തൊരു നേതൃത്വം വന്നു. ആ നേതൃത്വം കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരു വെളിപ്പാട് അകലെ വന്നിരിക്കുന്നു. ഈ വിവാദങ്ങൾക്ക് അവധി കൊടുത്തിട്ട്, കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ വിവാദങ്ങൾക്ക് അവധി കൊടുത്തിട്ട് അവർ പുനഃസംഘടനയായിട്ട് മുന്നോട്ട് പോകണം. DCCകൾ പുനഃസംഘടിപ്പിക്കുമെന്ന് അവർ പറഞ്ഞില്ലേ? അത് പുനഃസംഘടിപ്പിക്കണം. പുനഃസംഘടന നടത്തിക്കഴിഞ്ഞ് പാർട്ടി ഒരു പുനരുജ്ജീവന പ്രക്രിയയിലൂടെ പാർട്ടിയെ ശക്തമാക്കി ആ നേതൃത്വം അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ ഈ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങും. നമ്മൾ കണ്ടിട്ടില്ലേ? അല്ല, അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടുന്ന പ്രതിപക്ഷ നേതാവാണ്. കാര്യം ഞാൻ പാർലമെൻ്ററി പാർട്ടിയുടെ ആരുമല്ല. ഞാനൊരു പാർലമെൻറ്റ് അംഗമാണ്. ഒരു പാർലമെൻറ്റ് അംഗത്തെക്കുറിച്ചാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഇതിപ്പോൾ കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവുണ്ട്. അദ്ദേഹം എല്ലാ കാലത്തും എല്ലാ വിഷയത്തിലും നിലപാടുകളുള്ള ആളാണ്, നിലപാടെടുത്തിട്ടുള്ള ആളാണ്. ഈ വിഷയത്തിലും അദ്ദേഹത്തിനൊരു നിലപാട് കാണും. മനസ്സിലായി? പിന്നെ നമുക്ക് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്നുള്ള ആളാണ്, ദീപാദാസ് മുൻഷിയുണ്ട്. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ഒരു പരാതിയില്ലാതെ അയാളെ കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജിവെപ്പിച്ചില്ലേ? അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ? പിന്നെ MLA സ്ഥാനത്ത് പുറത്താക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ആവശ്യപ്പെടുന്നവൻ പാപം ചെയ്യാത്തവനാവട്ടെ. കാരണം വേറെ കുറേ MLAമാരും ഉണ്ടല്ലോ അകത്തിരിക്കുന്നവർ. അവരെ എല്ലാം പുറത്താക്കട്ടെ. അപ്പോൾ ഇതും നമുക്ക് ചെയ്തു കൊടുക്കാം. ഈ MLAമാർ, ഇന്ന് ആരോപണ വിധേയരായ MLAമാർ, മുൻകൂർ ജാമ്യം എടുത്ത് നിൽക്കുന്ന MLAമാർ, അവരെ കൊണ്ടെല്ലാം രാജിവെപ്പിക്കട്ടെ.
പറയട്ടെ, ഇവിടെ വനിതാ കമ്മീഷൻ്റെ കമൻ്റൊക്കെ ഞാൻ കേട്ടു, പഴയ ആരോഗ്യമന്ത്രിയുടെ കമൻറ്റ് ഞാൻ കേട്ടു. ഇവരൊക്കെ പെണ്ണുങ്ങളല്ലേ? അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞതാണ് ശരി. കാരണം ഇവിടെ ഒരു നിയമവാഴ്ചയുണ്ട്, നിയമ സംവിധാനമുണ്ട്. അതിൽ പ്രതിസ്ഥാനത്ത് വരാതെ ഒരു MLA എടുത്ത് രാജിവെക്കാൻ പറയാൻ ഞങ്ങൾക്ക് എന്താ അവകാശമെന്ന് നമ്മുടെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ചോദിച്ചു, മുൻ ആരോഗ്യമന്ത്രിയും ചോദിച്ചു. അപ്പോൾ അതാണ് അതിൻ്റെ ശരി. അത് എല്ലാവർക്കും ബാധകമാണ്. അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു നിയമവും കോൺഗ്രസ്സിന് വേറെ നിയമവും ഇല്ലല്ലോ, BJPക്ക് ഒരു നിയമവും കോൺഗ്രസ്സിന് നിയമവും ഇല്ല. നിയമം നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്, ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഭരണഘടന മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, തുല്യന്മാരാണ്. അപ്പോൾ രാഹുലിനൊരു ഭരണഘടന, മുകേഷിനൊരു ഭരണഘടന, അല്ലെങ്കിൽ പിന്നെ P ശശിക്കൊരു ഭരണഘടന, പാലക്കാട്ടെ MLA ആയിരുന്ന ശശിക്ക് വേറെ ഭരണഘടന, അങ്ങനെയൊന്നുമില്ല. ഭരണഘടനയുടെ മുമ്പിൽ എല്ലാവരും തുല്യന്മാരാണ്, സമന്മാരാണ്. എല്ലാവരും ഈ പറയപ്പെടുന്ന കുറ്റം ചെയ്തവരെ എല്ലാവരെയും പുറത്താക്കുകയാണെങ്കിൽ അയാളെ ഞങ്ങൾ പുറത്താക്കും.